കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി പച്ചാളം റെയിൽവേ മേൽപ്പാലം 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ തീരുമാനം. റെയിൽവേ, പോർട്ട് ട്രസ്റ്റ്, ജിഡ, കൊച്ചി നഗരസഭ തുടങ്ങിയവയുടെ സംയുക്ത സംരംഭത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മേൽപ്പാലം നിർമ്മിക്കാൻ ധാരണയായെങ്കിലും നിശ്ചിത കാലാവധിയിൽ പൂർത്തിയാകുമോ എന്നാണ് യാത്രക്കാരുടെ ആശങ്ക. എറണാകുളം ചിറ്റൂർ റൂട്ടിലാണ് പച്ചാളം ലെവൽ ക്രോസ്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ ലെവൽ ക്രോസ് വഴി കടന്നുപോകുന്നത്. പച്ചാളത്ത് റൌണ്ട് അബൌട്ട് പണിയാനായിരുന്നു ആദ്യ ആലോചന. റൌണ്ട് അബൌട്ട് പണിതാലും ഒരു ലെവൽ ക്രോസ് ഒഴിവാക്കാനേ സാധിക്കൂ. ഈ സാഹചര്യത്തിലാണ് മേൽപ്പാലം നിർമ്മിക്കാൻ തീരുമാനമായത്. പദ്ധതിയുടെ സാമ്പത്തിക പങ്കാളിത്തം സംബന്ധിച്ച യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നു. മേൽപ്പാലം പണിയാനുള്ള തീരുമാനം നാട്ടുകാർക്ക് ഏറെ ആശ്വാസമേകുന്നെങ്കിലും പണി ഉദ്ദേശിക്കുന്ന സമയത്ത് തീരുമോ എന്ന ആശങ്കയില്ലാതില്ല. റോഡിന് ഒട്ടും വീതിയില്ലാത്തതുകൊണ്ട് ഇവർ എല്ലാ സൈഡിൽ നിന്നും ആകെ ബ്ലോക്കാവും. പിന്നത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഗേറ്ററുടെ ഏറ്റവും വലിയ പ്രോബ്ലം. ഈ സാധനം വന്ന് ട്രെയിൻ എപ്പോഴും വന്ന് പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല. ചില സമയത്ത് 4 ട്രെയിൻ 5 ട്രെയിനൊക്കെ പോകും. അപ്പൊ അത്ര നേരം ഈ വണ്ടത്തിന് ചൂടടിച്ചൊരു പരിപാടിയാണ്. ഒരു പാലം ശരിക്കും വളരെ ഉപകാരമാണ്. കൊച്ചി നഗരത്തിലേക്ക് വരുന്ന എല്ലാ ഹെവി വാഹനങ്ങളും ഈ ലെവൽ ക്രോസ് കടന്നാണ് വരുന്നത്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്കുള്ള നിർമ്മാണ സാമഗ്രികൾ കടന്നുപോകുന്നതും ഈ ഗേറ്റ് വഴിയാണ്. മറ്റ് 100 കണക്കിന് വാഹനങ്ങൾ വേറെ. പലപ്പോഴും 2ഉം 3ഉം ട്രെയിൻ പോയി കഴിഞ്ഞാണ് ലെവൽ ക്രോസ് ഉയർത്തുക. അപ്പോഴേക്കും വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകൾ നീളും. ആംബുലൻസുകൾക്കും രക്ഷയില്ല. ചിലപ്പോൾ റെയിൽവേ ഗേറ്റ് പൂട്ടുവീഴുകയും ചെയ്യും. പിന്നെ ഏറെ പണിപ്പെട്ട് വേണം ഇത് ശരിയാക്കാൻ. ക്യൂ വളരെ നേരം നീണ്ട 1 കിലോമീറ്റർ വരെ നീണ്ട ക്യൂ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ നഗരത്തിലേക്കുള്ള ഈ ലോറി അതും കൂടെ ഇതിലേ വരുമ്പോഴത്തേനും റോഡിന് വീതിയും കുറവ് കൂടെയാണ്. ട്രാഫിക് ജാം ആകാറുണ്ട് പലപ്പോഴും. ട്രെയിനുകളുടെ എണ്ണം കൂടുന്നതോടെ കാത്തുകിടപ്പിന് നേരവും കൂടുകയാണ്. നഗരത്തിലെ ഗതാഗതക്കുരുക്കിൽ നിന്ന് ഒരുവിധം തലയൂരി പച്ചാളത്തെത്തുമ്പോൾ അവിടെ അതിലും വലിയ കാത്തുകിടപ്പ്. 2 വർഷം കൊണ്ടെങ്കിലും ഈ ദുരിതം അവസാനിച്ചെങ്കിൽ എന്ന് മാത്രമാണ് യാത്രക്കാരുടെ പ്രാർത്ഥന. മനോരമ.